ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അടുത്ത് നമുക്ക് പറയാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് മണി മാർക്കറ്റ് അഥവാ മണി മാർക്കറ്റിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. എന്തൊക്കെയാണ് മണി മാർക്കറ്റിൻ്റെ പ്രാധാന്യം എന്ന് നോക്കാം. എ വെൽ ഡെവലപ്ഡ് മണി മാർക്കറ്റ് പ്ലേസ് എ കീ റോൾ ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിൻ്റെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു വെൽ ഡെവലപ്ഡ് ആയിട്ട് മണി മാർക്കറ്റ് നല്ലൊരു റോളാണ് പ്ലേ ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ സപ്ലൈ സഫിഷ്യൻറ്റ് ഷോർട്ട് ടേം ഫണ്ട്സ് ക്വിക്ക്ലി ടു ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി. അതായത് വ്യാപാരത്തിനും അതുപോലെ തന്നെ വ്യവസായത്തിനും വേണ്ട സഫിഷ്യൻറ്റ് ഷോർട്ട് ടേം ഫണ്ടുകൾ സപ്ലൈ ചെയ്യാൻ ഒരു മണി മാർക്കറ്റിന് സാധിക്കും. ദ മണി മാർക്കറ്റ് ഈസ് എൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് എ കൺട്രീസ് എക്കണോമി. ഒരു രാജ്യത്തിൻ്റെ എക്കണോമിയുടെ ഒരു പ്രധാനപ്പെട്ട പാർട്ടാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ദെർഫോർ എ മണി മാർക്കറ്റ് ഈസ് ആൻ ഇൻഡിസ്പെൻസബിൾ നെസസിറ്റി ഫോർ ദ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു അത്യാവശ്യമുള്ള ഘടകമാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്, വേർതിരിക്കാൻ കഴിയാത്തത്. സോ എ ഡെവലപ്ഡ് മണി മാർക്കറ്റ് ഹെൽപ്സ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് കൺട്രി ഇൻ നമ്പർ ഓഫ് വേസ്. അതുകൊണ്ട് തന്നെ ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള മണി മാർക്കറ്റ് എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് താഴെ പറയുന്ന രീതിയിലുള്ള സഹായങ്ങൾ നൽകുന്നുണ്ട്. എന്തൊക്കെയാണ് സഹായങ്ങൾ നോക്കാം, അല്ലെങ്കിൽ പ്രാധാന്യം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ് ഡീൽസ് വിത്ത് മീഡിയം ആൻഡ് ലോങ് ടേം ലെൻഡിങ് ആൻഡ് ബോറോയിങ് ഓഫ് ഫണ്ട്സ്. ഫണ്ടുകളുടെ ലോങ് ടേം ലെൻഡിങ്ങും അതുപോലെ തന്നെ ബോറോയിങ്ങുമായി ബന്ധപ്പെട്ടുള്ള മാർക്കറ്റിനെയാണ് നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ്. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം മാർക്കറ്റാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മാർക്കറ്റ് വിച്ച് ഡീൽസ് വിത്ത് മീഡിയം ആൻഡ് ലോങ് ടേം ലെൻഡിങ് ആൻഡ് ബോറോയിങ് ഓഫ് ഫണ്ടുകളുടെ ലോങ് ടേം ആൻഡ് മീഡിയം ടേം ലെൻഡിങ് ആൻഡ് ബോറോയിങ്ങുമായി ബന്ധപ്പെട്ട മാർക്കറ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ദ ഷോർട്ട് ടേം ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ദ കണ്ടീഷൻസ് പ്രിവെയിൽഡ് ഇൻ ദ മണി മാർക്കറ്റ് ഇൻഫ്ലുവൻസസ് ദ ഇൻട്രസ്റ്റ് ഓൺ ലോങ് ടേം ലെൻഡിങ് ആൻഡ് റിസോഴ്സ് മൊബിലൈസേഷൻ ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ്. അതേപോലെ തന്നെ ദ ഷോർട്ട് ടേം ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് കണ്ടീഷൻ പ്രിവെയിൽഡ് ഇൻ ദ മണി മാർക്കറ്റ്. ഇൻട്രസ്റ്റ് റേറ്റ് ഷോർട്ട് ടേം ആവുന്നതും അതുപോലെ തന്നെ മണി മാർക്കറ്റിന് വരുന്ന കണ്ടീഷൻസും ഇൻഫ്ലുവൻസസ് ദ ഇൻട്രസ്റ്റ് ഓൺ ലോങ് ടേം ലെൻഡിങ് ആൻഡ് റിസോഴ്സ് മൊബിലൈസേഷൻ ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ്. ഷോർട്ട് ടേം ഇൻട്രസ്റ്റ് റേറ്റ് അതുപോലെ തന്നെ മണി മാർക്കറ്റ് ഇൻഫ്ലുവൻസിൻ്റെ കണ്ടീഷൻസ് എന്നിവ മുഖാന്തരം സ്വാഭാവികമായിട്ടും ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ റിസോഴ്സ് മൊബിലൈസേഷനിലും അതുപോലെ തന്നെ ലോങ് ടേം ലെൻഡിങ്ങിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ ദ എക്സിസ്റ്റൻസ് ഓഫ് എ ഡെവലപ്ഡ് മണി മാർക്കറ്റ് ഈസ് എ നെസസിറ്റി ഫോർ ദ സ്മൂത്ത് ഡെവലപ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ ഒരു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മണി മാർക്കറ്റിൻ്റെ എക്സിസ്റ്റൻസ് എന്നുള്ളത് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ സ്മൂത്ത് ഡെവലപ്മെൻറ്റിലേക്ക് നയിക്കുന്ന ഒരു ഘടകമാണ്. So, capital market deals with medium and long term lending and borrowing of fund. The short term interest rate and the conditions prevailed in the money market. ഇൻട്രസ്റ്റ് റേറ്റിൽ ഉണ്ടാവുന്ന ഷോർട്ട് ടേംസും അതുപോലെ തന്നെ മണി മാർക്കറ്റിൽ വരുന്ന കണ്ടീഷൻസും സ്വാഭാവികമായിട്ടും റിസോഴ്സ് മൊബിലൈസേഷനിലേക്കും അതുപോലെ തന്നെ ലോങ് ടേം ലെൻഡിങ് ഇൻട്രസ്റ്റ് റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനും നയിക്കുന്നുണ്ട്. സോ ദ എക്സിസ്റ്റൻസ് ഓഫ് എ ഡെവലപ്ഡ് മണി മാർക്കറ്റ് ഈസ് എ നെസസിറ്റി ഫോർ ദ സ്മൂത്ത് ഡെവലപ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള മണി മാർക്കറ്റിൻ്റെ എക്സിസ്റ്റൻസ് എന്നുള്ളത് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ സ്മൂത്ത് ഡെവലപ്മെൻറ്റിലേക്ക് നയിക്കുന്ന ഒരു ഘടകമാണ്. ഇനി രണ്ടാമത് പറയുന്നത് ഫിനാൻസിങ് ട്രേഡ്. മണി മാർക്കറ്റ് പ്ലേസ് ക്രൂഷ്യൽ റോൾ ഇൻ ഫിനാൻസിങ് ബോത്ത് ഇൻറ്റേർണൽ ആസ് വെൽ ആസ് ഇൻ്റർനാഷണൽ ട്രേഡ്. ഇൻറ്റേർണലും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ട്രേഡിനും ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ മണി മാർക്കറ്റ് ക്രൂഷ്യൽ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഇൻറ്റേർണൽ ട്രേഡിനും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ട്രേഡിനും ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ മണി മാർക്കറ്റ് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. സോ ദ കൊമേഴ്സ്യൽ ഫിനാൻസ് ഈസ് മെയ്ഡ് അവൈലബിൾ ടു ദ ട്രേഡേഴ്സ് ത്രൂ ബിൽ ഓഫ് എക്സ്ചേഞ്ച് വിച്ച് ആർ ഡിസ്കൗണ്ടഡ് ബൈ ദ ബിൽ മാർക്കറ്റ്. കൊമേഴ്സ്യൽ ഫിനാൻസ് എന്നുള്ളത് ട്രേഡേഴ്സിന് അവൈലബിൾ ആക്കി കൊടുക്കുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ കൂടിയും അതുപോലെ തന്നെ ബിൽ മാർക്കറ്റിൽ നിന്നും ഡിസ്കൗണ്ട് ചെയ്യപ്പെടുന്ന ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ കൂടിയാണ് കൊമേഴ്സ്യൽ ഫിനാൻസ് ട്രേഡേഴ്സിന് അവൈലബിൾ ആക്കി കൊടുക്കുന്നത്. കൊമേഴ്സ്യൽ ഫിനാൻസ് ഈസ് മെയ്ഡ് അവൈലബിൾ ടു ദ ട്രേഡേഴ്സ് ത്രൂ ബിൽ ഓഫ് എക്സ്ചേഞ്ചിലൂടെയാണ് കൊമേഴ്സ്യൽ ഫിനാൻസ് ട്രേഡേഴ്സിന് അവൈലബിൾ ആക്കി കൊടുക്കുന്നത് വിച്ച് ആർ ഡിസ്കൗണ്ടഡ് ബൈ ദ ബിൽ മാർക്കറ്റ്. ദ ആക്സെപ്റ്റൻസ് ഹൗസസ് ആൻഡ് ഡിസ്കൗണ്ട് മാർക്കറ്റ്സ് ഹെൽപ്സ് ഇൻ ഫിനാൻസിങ് ഫോറിൻ ട്രേഡ്. അതേപോലെ തന്നെ ആക്സെപ്റ്റൻസ് ഹൗസുകളും ഡിസ്കൗണ്ട് മാർക്കറ്റുകളും ഫോറിൻ ട്രേഡിന് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഫിനാൻസിങ് ട്രേഡ് എന്ന് പറഞ്ഞാൽ മണി മാർക്കറ്റ് പ്ലേസ് ക്രൂഷ്യൽ റോൾ ഇൻ ഫിനാൻസിങ് ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് ആസ് വെൽ ആസ് ഇൻ്റർനാഷണൽ ട്രേഡ്. ഇൻറ്റേർണൽ ട്രേഡിനും ഇൻ്റർനാഷണൽ ട്രേഡിനും ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ മണി മാർക്കറ്റ് ക്രൂഷ്യൽ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. കൊമേഴ്സ്യൽ ഫിനാൻസ് ഈസ് മെയ്ഡ് അവൈലബിൾ ടു ദ ട്രേഡേഴ്സ് ത്രൂ ബിൽ ഓഫ് എക്സ്ചേഞ്ച് വിച്ച് ആർ ഡിസ്കൗണ്ടഡ് ബൈ ദ ബിൽ മാർക്കറ്റ്. ദ ആക്സെപ്റ്റൻസ് ഹൗസസ് ആൻഡ് ഡിസ്കൗണ്ട് മാർക്കറ്റ്സ് ഹെൽപ്സ് ഇൻ ഫിനാൻസിങ് ദ ഫോറിൻ ട്രേഡ്. ഇനി മൂന്നാമത് പറയുന്നത് ഫിനാൻസിങ് ഇൻഡസ്ട്രി. എന്താണ് ഫിനാൻസിങ് ഇൻഡസ്ട്രി എന്ന് നോക്കാം. Money market contributes to the growth of industries in two ways.
മണി മാർക്കറ്റ് എന്നുള്ളത് ഇൻഡസ്ട്രികളുടെ വളർച്ചയ്ക്ക് 2 രീതിയിലുള്ള ബെനിഫിറ്റ്സാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് മണി മാർക്കറ്റ് ഹെൽപ്സ് ദ ഇൻഡസ്ട്രീസ് ഇൻ സെക്യൂറിങ് ഷോർട്ട് ടേം ലോൺസ് ടു മീറ്റ് ദെയർ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ത്രൂ ദ സിസ്റ്റം ഓഫ് ഫിനാൻസ് ബിൽസ് കൊമേഴ്സ്യൽ പേപ്പേഴ്സ് എക്സെട്ര. ഫിനാൻസ് ബില്ലിൽ കൂടിയും കൊമേഴ്സ്യൽ പേപ്പർ എന്നിങ്ങനെയുള്ള സിസ്റ്റത്തിൽ കൂടെ ഇൻഡസ്ട്രികളുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റുകൾ മീറ്റ് ചെയ്യാൻ ആവശ്യമുള്ള ഷോർട്ട് ടേം ലോണുകൾ സെക്യൂർ ചെയ്യുന്നുണ്ട്. അതായത് ഓരോ ഇൻഡസ്ട്രികളുടെയും ഡേ ടു ഡേ റിക്വയർമെൻറ്റുകളായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റുകൾ മീറ്റ് ചെയ്യാൻ ആവശ്യമുള്ള ഷോർട്ട് ടേം ലോണുകൾ സെക്യൂർ ചെയ്യാൻ വേണ്ടി സിസ്റ്റം ഓഫ് ഫിനാൻസ് ബിൽസ് ആൻഡ് കൊമേഴ്സ്യൽ പേപ്പർ എന്നുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തേത് പറഞ്ഞത് ഇൻഡസ്ട്രീസ് ജനറലി നീഡ് ലോങ് ടേം ലോൺസ് വിച്ച് ആർ പ്രൊവൈഡഡ് ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിലാണ് സാധാരണഗതിയിൽ ലോങ് ടേം ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഹവർ ക്യാപിറ്റൽ മാർക്കറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നാച്ചർ ആൻഡ് കണ്ടീഷൻസ് ഇൻ ദ മണി മാർക്കറ്റ്. പക്ഷേ ക്യാപിറ്റൽ മാർക്കറ്റ് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് മണി മാർക്കറ്റിലെ നാച്ചുറിനെയും കണ്ടീഷൻസിനും അനുസരിച്ചിട്ടാണ്. The short-term interest rates of the money market influence the long-term interest rate of the capital market. അതുകൊണ്ട് തന്നെ മണി മാർക്കറ്റിൻ്റെ ഷോർട്ട് ടേം ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ലോങ് ടേം ഇൻട്രസ്റ്റ് റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ദസ് മണി മാർക്കറ്റ് ഇൻഡയറക്ട്ലി ഹെൽപ്സ് ദ ഇൻഡസ്ട്രീസ് ത്രൂ ഇറ്റ്സ് ലിങ്ക് വിത്ത് ആൻഡ് ഇൻഫ്ലുവൻസ് ഓൺ ലോങ് ടേം ക്യാപിറ്റൽ മാർക്കറ്റ്. ലോങ് ടേം ക്യാപിറ്റൽ മാർക്കറ്റിലുള്ള ഇൻഫ്ലുവൻസും അതുപോലെ തന്നെ അതിൻ്റെ ലിങ്ക് മുഖാന്തരം മണി മാർക്കറ്റിന് ക്യാപിറ്റൽ മാർക്കറ്റുമായിട്ട് ഡയറക്റ്റ് ലിങ്ക് ഉണ്ട്. ഇനി നാലാമത് പറയുന്നത് ഹെൽപ്സ് കൊമേഴ്സ്യൽ ബാങ്ക്സ്. കൊമേഴ്സ്യൽ ബാങ്കുകളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. എ വെൽ ഡെവലപ്ഡ് മണി മാർക്കറ്റ്സ് ഹെൽപ്സ് ദ കൊമേഴ്സ്യൽ ബാങ്ക്സ് ടു ബിക്കം സെൽഫ് സഫിഷ്യൻറ്റ്. കൊമേഴ്സ്യൽ ബാങ്കുകളെ സെൽഫ് സഫിഷ്യൻ്റ് ആക്കി മാറ്റാൻ ഒരു വെൽ ഡെവലപ്ഡ് ആയിട്ട് മണി മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. The commercial banks can temporarily invest their surplus funds in easily realizable securities. അതുകൊണ്ട് തന്നെ കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് അവരുടെ സർപ്ലസ് ഫണ്ടുകൾ താൽക്കാലികമായിട്ട് ഈസിലി റിയലൈസബിൾ സെക്യൂരിറ്റികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ റിയലൈസ് ദ ഫണ്ട്സ് ക്വിക്ക്ലി ഇൻ ടൈംസ് ഓഫ് നീഡ് ബൈ റീകാളിംഗ് ഇറ്റ്. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ റിയലൈസ് ദ ഫണ്ടുകൾ റിയലൈസ് ചെയ്യാം, ക്വിക്കായിട്ട് റിയലൈസ് ചെയ്യാം ഇൻ ടൈംസ് ഓഫ് നീഡ് ബൈ റീകാളിംഗ് ഇറ്റ്. The banks can also utilize the money market mechanism to meet their statutory requirements of cash reserve ratio and statutory liquidity ratio. അതായത് ബാങ്കുകളുടെ റിക്വയർമെൻറ്റുകളായിട്ടുള്ള ക്യാഷ് റിസർവ് റേഷ്യോ CRRും അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ SLRും മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് മണി മാർക്കറ്റ് മെക്കാനിസം ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ തന്നെ മണി മാർക്കറ്റ് എനേബിൾസ് ദ കൊമേഴ്സ്യൽ ബാങ്ക്സ് ടു യൂസ് ദെയർ എക്സസ് റിസർവ്സ് ഇൻ പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെൻറ്റ്. മണി മാർക്കറ്റ് കൊമേഴ്സ്യൽ ബാങ്കുകളെ സംബന്ധിച്ചും അവരുടെ എക്സസ് റിസർവുകൾ പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിക്ഷേപിക്കാനും അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക് ഈസ് ടു ഏൺ ഇൻകം ഫ്രം ഇറ്റ്സ് റിസർവ്സ്. റിസർവിൽ നിന്നും ഇൻകം ഏൺ ചെയ്യുക എന്നും ആസ് വെൽ ആസ് മെയിൻറ്റെയിൻ ലിക്വിഡിറ്റി ടു മീറ്റ് ദ അൺസർട്ടൈൻ ക്യാഷ് ഡിമാൻഡ് ഓഫ് ദ ഡെപ്പോസിറ്റേഴ്സ്. ഡെപ്പോസിറ്റേഴ്സിൻ്റെ അൺസർട്ടൈൻ ക്യാഷ് ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടി ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് കൊമേഴ്സ്യൽ ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ഇൻ ദ മണി മാർക്കറ്റ് എക്സസ് റിസർവ്സ് ഓഫ് ദ കൊമേഴ്സ്യൽ ബാങ്ക്സ് ആർ ഇൻവെസ്റ്റഡ് ഇൻ നിയർ മണി അസറ്റ്സ്. കൊമേഴ്സ്യൽ ബാങ്കുകളുടെ അധികം വരുന്ന റിസർവുകൾ നിയർ മണി അസറ്റുകളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും ആൻഡ് വിച്ച് ആർ ഹൈലി ലിക്വിഡ് ആൻഡ് ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. അത് ഹൈലി ലിക്വിഡ് ആണ്, അതിനെ നമുക്ക് ക്യാഷിലേക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയും. ദസ് ദ കൊമേഴ്സ്യൽ ബാങ്ക്സ് ഏൺ പ്രോഫിറ്റ്സ് വിത്തൗട്ട് ലോസിങ് ലിക്വിഡിറ്റി. അതുകൊണ്ട് തന്നെ ലിക്വിഡിറ്റി നഷ്ടപ്പെടാതെ കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാം. ഡെവലപ്ഡ് മണി മാർക്കറ്റ് ഹെൽപ്സ് ദ കൊമേഴ്സ്യൽ ബാങ്ക് ടു ബിക്കം സെൽഫ് സഫിഷ്യൻറ്റ്. അതുകൊണ്ട് തന്നെ ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള മണി മാർക്കറ്റ് കൊമേഴ്സ്യൽ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം സെൽഫ് സഫിഷ്യൻ്റ് ആക്കി മാറ്റുന്നുണ്ട്. ഇൻ ദ സിറ്റുവേഷൻ ഓഫ് എമർജൻസി വെൻ ദ കൊമേഴ്സ്യൽ ബാങ്ക്സ് ഹാവ് സ്കേഴ്സിറ്റി ഓഫ് ഫണ്ട് ദേ നീഡ് നോട്ട് അപ്രോച്ച് ദ സെൻട്രൽ ബാങ്ക് ആൻഡ് ബോറോ അറ്റ് എ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് എമർജൻസി സിറ്റുവേഷൻ വരുന്ന സന്ദർഭത്തിൽ കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് സ്കേഴ്സിറ്റി ഓഫ് ഫണ്ട് ഉണ്ടാവുകയും അതുപോലെ തന്നെ ആ സന്ദർഭത്തിൽ അവർ ദേ നീഡ് നോട്ട് അപ്രോച്ച് ദ സെൻട്രൽ ബാങ്ക് ആൻഡ് ബോറോ അറ്റ് എ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ അവർ സെൻട്രൽ ബാങ്കിനെ അപ്രോച്ച് ചെയ്യാതിരിക്കുകയും അതുപോലെ തന്നെ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ബോറോ ചെയ്യാത്ത ഒരു സന്ദർഭം ഉണ്ടാവുകയും ചെയ്യും. ഓൺ ദ അതർ ഹാൻഡ് ദേ ക്യാൻ ചെയ്യേണ്ട ആവശ്യകത ഇല്ലാതെ വരികയും ചെയ്യും. സോ അതർ ഹാൻഡ് ദേ ക്യാൻ മീറ്റ് ദെയർ റിക്വയർമെൻറ്റ്സ് ബൈ റീകാളിംഗ് ദെയർ ഓൾഡ് ഷോർട്ട് റൺ ലോൺസ് ഫ്രം ദ മണി മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ റിക്വയർമെൻറ്റുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടി മണി മാർക്കറ്റിലെ ഓൾഡ് ഷോർട്ട് റൺ ലോണുകൾ റീകാൾ ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് ഇത്തരത്തിലുള്ള ഹെൽപ്പുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അടുത്തത് അഞ്ചാമത് പറയുന്നത് ഹെൽപ്സ് സെൻട്രൽ ബാങ്ക്.
സെൻട്രൽ ബാങ്കിനെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ദ എക്സിസ്റ്റൻസ് ഓഫ് എ ഡെവലപ്ഡ് മണി മാർക്കറ്റ് സ്മൂത്തൻ ദ ഫങ്ഷൻസ് ഓഫ് ദ സെൻട്രൽ ബാങ്ക്. അതുപോലെ തന്നെ ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള മണി മാർക്കറ്റ് എന്നുള്ളത് സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻസിനെ സ്മൂത്തൻ ചെയ്യുന്നുണ്ട്. ദ ഷോർട്ട് റൺ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് മണി മാർക്കറ്റ് റിഫ്ലക്ട്സ് ദ കറൻറ്റ് മോണിറ്ററി ആൻഡ് ബാങ്കിങ് കണ്ടീഷൻസ് ഓഫ് ദ കൺട്രി. അതുപോലെ തന്നെ ഒരു ഷോർട്ട് റൺ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് മണി മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റ് ഷോർട്ട് റൺ ആവുന്നത് സ്വാഭാവികമായിട്ടും രാജ്യത്തിൻ്റെ ബാങ്കിങ് കണ്ടീഷൻസിനും അതുപോലെ തന്നെ കറൻറ്റ് മോണിറ്ററി കണ്ടീഷൻസിനെയും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ആക്ട്സ് ആസ് എ ഗൈഡ് ടു ദ സെൻട്രൽ ബാങ്ക് ഫോർ അഡോപ്റ്റിംഗ് ആൻഡ് അപ്രോപ്രിയേറ്റ് ദ ബാങ്കിങ് പോളിസി. ഇത് സെൻട്രൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബാങ്കിങ് പോളിസി അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ദ എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ പോളിസി ഈസ് പോസിബിൾ ബൈ ഇൻഫ്ലുവൻസിങ് ദ സബ് മാർക്കറ്റ് ത്രൂ ദ മണി മാർക്കറ്റ്. സബ് മാർക്കറ്റിനെ മണി മാർക്കറ്റിൽ കൂടെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് നമുക്ക് പോളിസി എഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ പോളിസിയുടെ എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ എന്നുള്ളത് പോസിബിൾ ആകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണി മാർക്കറ്റിനെ സബ് മാർക്കറ്റുമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് നമുക്കത് നടപ്പിലാക്കാം. സോ ദ മണി മാർക്കറ്റ് ഹെൽപ്സ് ദ സെൻട്രൽ ബാങ്ക് ഇൻ 2 ways. മണി മാർക്കറ്റ് സെൻട്രൽ ബാങ്കിനെ 2 രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് ദ ഷോർട്ട് റൺ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ദ മണി മാർക്കറ്റ് സെർവ്സ് ആസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ദ മോണിറ്ററി ആൻഡ് ബാങ്കിങ് കണ്ടീഷൻസ് ഇൻ ദ കൺട്രി. അതായത് മണി മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഷോർട്ട് എന്ന് പറയുന്നത്, അതായത് കുറച്ച് ഇൻട്രസ്റ്റ് റേറ്റേ ഉള്ളൂ എന്നുള്ള കാരണം കൊണ്ട് ബാങ്കിങ് കണ്ടീഷൻസ് ഓഫ് ദ കൺട്രിയുടെ ഒരു ഇൻഡിക്കേറ്ററായിട്ട് അത് പ്രവർത്തിക്കുന്നുണ്ട്. ഇൻ ദിസ് വേ ഗൈഡ് ദ സെൻട്രൽ ബാങ്ക് ടു അഡോപ്റ്റ് ആൻ അപ്രോപ്രിയേറ്റ് ബാങ്കിങ് പോളിസി. അതുകൊണ്ട് തന്നെ സെൻട്രൽ ബാങ്കിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബാങ്കിങ് പോളിസി ഡെവലപ്പ് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ രണ്ടാമത്തെന്ന് പറയുന്നത് എന്താ വെച്ചാൽ ദ സെൻസിറ്റീവ് ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് മണി മാർക്കറ്റ് ഹെൽപ്സ് ദ സെൻട്രൽ ബാങ്ക് ടു സെക്യൂർ ക്വിക്ക് ആൻഡ് വൈഡ് സ്പ്രെഡ് ഇൻഫ്ലുവൻസ് ഓൺ ദ സബ് മാർക്കറ്റ്. അതായത് സെൻസിറ്റീവ് ആയതും ഇൻറ്റഗ്രേറ്റഡും ആയിട്ടുള്ള മണി മാർക്കറ്റ് സെൻട്രൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ക്വിക്കായതും വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള സബ് മാർക്കറ്റുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദസ് അച്ചീവ് എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇറ്റ്സ് പോളിസി. അതുകൂടെ തന്നെ അതിനെന്ത് ചെയ്യാൻ പറ്റും, ഈ പോളിസി എഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും കഴിയും എന്നുള്ളതാണ് അടുത്ത ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. ദ സെൻസിറ്റീവ് ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് മണി മാർക്കറ്റ് ഹെൽപ്സ് ദ സെൻട്രൽ ബാങ്ക് ടു സെക്യൂർ ക്വിക്ക് ആൻഡ് വൈഡ് സ്പ്രെഡ് ഇൻഫ്ലുവൻസ് ഓൺ സബ് മാർക്കറ്റ് ആൻഡ് ദസ് അച്ചീവ് എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇറ്റ്സ് പോളിസി. ഇനി ആറാമത് പറയുന്നത് ഗൈഡ് ആൻഡ് ഹെൽപ്പ് ടു ഗവൺമെൻറ്. കണ്ടീഷൻസ് പ്രിവെയിലിംഗ് ഇൻ ദ മണി മാർക്കറ്റ് ഈസ് എ ട്രൂ ഇൻഡിക്കേറ്റർ ഓഫ് ദ മോണിറ്ററി സിറ്റുവേഷൻ ഓഫ് ദ കൺട്രി. അതായത് മണി മാർക്കറ്റിൽ പ്രിവെയിലിംഗ് ചെയ്യുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ മോണിറ്ററി സിറ്റുവേഷനെ സംബന്ധിച്ചുള്ള ട്രൂ ഇൻഡിക്കേറ്ററാണ്. സോ ഇറ്റ് എനേബിൾസ് ദ സെൻട്രൽ ഗവൺമെൻറ് ടു ഫോർമുലേറ്റ് എ സ്യൂട്ടബിൾ മോണിറ്ററി പോളിസി ഫോർ ദ കൺട്രി. അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ വേണ്ടിയിട്ടൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള മോണിറ്ററി പോളിസി ഫോർമുലേറ്റ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ആൾസോ എനേബിൾസ് ദ സെൻട്രൽ ഗവൺമെൻറ് ടു ബോറോ ഷോർട്ട് ടേം ഫണ്ട്സ് ത്രൂ ട്രഷറി ബിൽസ് അറ്റ് വെരി ലോ ഇൻട്രസ്റ്റ് റേറ്റ്. കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ ട്രഷറി ബില്ലുകൾ ബോറോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഷോർട്ട് ടേം ഫണ്ടുകൾ ബോറോ ചെയ്യുന്നതിന് സെൻട്രൽ ഗവൺമെൻറ്റിനെ എനേബിൾ ചെയ്യുന്നുണ്ട്. ഇറ്റ് ആൾസോ എനേബിൾസ് ദ സെൻട്രൽ ഗവൺമെൻറ് ടു ബോറോ ഷോർട്ട് ടേം ഫണ്ട്സ് ത്രൂ ട്രഷറി ബിൽസ് അറ്റ് വെരി ലോ ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ ട്രഷറി ബില്ലുകൾ ബോറോ ചെയ്യുന്നുണ്ട്, ഷോർട്ട് ടേം ഫണ്ടുകളായിട്ട് ബോറോ ചെയ്യുന്നുണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിനെ ഇത് എനേബിൾ ചെയ്യുന്നുണ്ട്. എനേബിൾസ് ദ സെൻട്രൽ ഗവൺമെൻറ് ടു ബോറോ ദ ഷോർട്ട് ടേം ഫണ്ടുകൾ ബോറോ ചെയ്യാൻ ത്രൂ ട്രഷറി ബിൽസ്. ട്രഷറി ബില്ലിൽ കൂടെ ഷോർട്ട് ടേം ഫണ്ടുകൾ ബോറോ ചെയ്യാൻ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ ട്രഷറി ബില്ലിലൂടെ ഷോർട്ട് ടേം ഫണ്ടുകൾ ബോറോ ചെയ്യാൻ സെൻട്രൽ ഗവൺമെൻറ്റിനെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് പറയുന്നത് എൻകറേജസ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇറ്റ് എൻകറേജസ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇറ്റ് ആൾസോ ഹെൽപ്സ് ടു ട്രാൻസ്ഫർ ഫണ്ട്സ് ഫ്രം വൺ സെക്ടർ വിച്ച് ഹാസ് സർപ്ലസ് ഫണ്ട്സ് ടു അനദർ സെക്ടർ വേർ ഫണ്ട്സ് ആർ ഷോർട്ട്. അതായത് സർപ്ലസ് ഫണ്ടുള്ള മേഖലയിൽ നിന്നും ഷോർട്ടേജ് ഉള്ള മേഖലയിലേക്ക് ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു സെക്ടറിൽ നിന്ന് മറ്റൊരു സെക്ടറിലേക്ക് ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും എൻകറേജ് ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബൈ വേ ഓഫ് എൻകറേജിങ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ദ ക്യാപിറ്റൽ ഫോർമേഷൻ ബിക്കംസ് ഈസി. അതായത് സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും എൻകറേജ് ചെയ്യുന്നതിലൂടെ ക്യാപിറ്റൽ ഫോർമേഷൻ ഈസിയാക്കി മാറ്റാനും മണി മാർക്കറ്റ് എന്നുള്ളത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് മണി മാർക്കറ്റിൻ്റെ പ്രധാനമായിട്ടുള്ള പ്രാധാന്യം എന്ന് പറയുന്നത്. ഒന്ന്, ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി സഹായിക്കുന്നു. ഫിനാൻസിങ് ട്രേഡ് പ്രൊവൈഡ് ചെയ്യുന്നു. ഫിനാൻസിങ് ഇൻഡസ്ട്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൊമേഴ്ഷ്യൽ ബാങ്കുകളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൊമേഴ്ഷ്യൽ ബാങ്ക് ഹെൽപ്സ് സെൻട്രൽ ബാങ്കിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഗൈഡ് ആൻഡ് ഹെൽപ്പ് ടു ഗവൺമെൻറ്, എൻകറേജസ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും മണി മാർക്കറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണുക. ചെറിയ വീഡിയോ 15 മിനിറ്റിൻ്റെ വീഡിയോ ആണ്, ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.